ഒരു സ്ത്രീയുടെ കണ്ണീരിന് ഒരു നഗരത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമോ? ഈ കഥ തുടങ്ങുന്നത് ഒരു നീതി നിഷേധത്തിൽ നിന്നാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിളനിലമായ നഗരം. ഇതൊരു തുറമുഖ നഗരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കപ്പലുകൾ നങ്കൂരമിടുന്നു. സ്വർണം, വെള്ളി തുടങ്ങി കച്ചവട സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും ഇവിടുത്തെ ചന്തകളിൽ വലിയ ആൾത്തിരക്കിന് കാരണമാകുന്നു. കച്ചവടക്കാരും ചുമട്ടുതൊഴിലാളികളും അവശ്യ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും എല്ലാം കൊണ്ടും അക്കാലത്ത് എപ്പോഴും ജനനിബിഡമായിരുന്നു പുഹാർ നഗരം. വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ. അയാളുടെ കണ്ണുകളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മുഖം മാത്രമേ പുഹാർ നഗരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കച്ചവട പ്രമാണിയുടെ മകളായിരുന്നു അവൾ കരുണാർദ്രമായ ഹൃദയത്തിന്റെയും അളവറ്റ വശ്യതയാർന്ന സൗന്ദര്യത്തിന്റെയും മൂർത്തിമദ്ഭാവമായിരുന്നു. അവളുടെ പേര് കണ്ണകി എന്നായിരുന്നു. പുഹാർ നഗരത്തിന്റെ പലയിടങ്ങളിലും അവർ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അവരുടെ സൗഹൃദം ക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചു. പുഹാർ നഗരത്തിലെ സമ്പന്നമാർന്ന വീട്. അവിടെ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. സർവാഭരണ വിഭൂഷിതയായി കണ്ണകി കോവിലന്റെ സമീപം അഴകിന്റെ മണിദീപമായി. കോവലൻ കണ്ണകിക്ക് താലി ചാർത്തി. പൗരപ്രമുഖരുടെ സാന്നിധ്യം അവർക്ക് മംഗളങ്ങൾ നേർന്നു. കോവിലന്റെ വീട്ടിൽ അവൾ സന്തോഷവതിയായി വീട്ടുകാര്യങ്ങളിൽ മുഴുകി. കോവിലന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉൾക്കൊണ്ട് ഭർത്താവിനോടുള്ള ഭക്തിയോടും സഹജീവികളോടുള്ള സഹാനുഭൂതിയോടും കൂടി അവൾ അവരുടെ ജീവിതം ആനന്ദപ്രദമാക്കി. പ്രഭാതങ്ങളിൽ ഭർതൃപാദം വന്ദിച്ച ശേഷമായിരുന്നു അവളുടെ ഗൃഹഭരണത്തിന്റെ തുടക്കം. അത്രമേൽ ഊഷ്മളമായിരുന്നു അവരുടെ ബന്ധം. സൗന്ദര്യത്തിന്റെ ആഗ്രൂപമായിരുന്നു കണ്ണകി. ധനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു കോവലൻ. അവരുടെ പ്രണയം ഒരു മഹാകാവ്യം പോലെയായിരുന്നു. അവരുടെ സന്തോഷസമൃദ്ധമായ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുവാൻ വിധി മറ്റൊന്നാണ് അവർക്കായി കരുതി വച്ചത്. കോവിലന് നർത്തകി മാധവിയോട് തോന്നിയ അഭിനിവേശം കണ്ണകിയിൽ നിന്നും അകലുവാൻ അയാളെ പ്രേരിപ്പിച്ചു. പണവും ആരോഗ്യവും ക്രമേണ ക്ഷയിച്ചു തുടങ്ങി. ഒടുവിൽ പുതിയ ജീവിതമാർഗം തേടി മധുരയിലേക്ക് യാത്രയായി. അവരിൽ അവശേഷിച്ചത് കണ്ണകിയുടെ ചിലമ്പുകൾ മാത്രം. പാണ്ഡ്യരാജാവ് നെടുഞ്ചൊഴിയന്റെ ഭാര്യയുടെ ചിലമ്പ് മോഷണം പോയ വിവരം മധുരയിൽ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. കോവലൻ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ തട്ടാനെ സമീപിച്ചു. പെട്ടെന്ന് കോവലന്റെ മുഖം അത്ഭുതവും ഭയവും കൊണ്ട് നിറഞ്ഞു. ഭടന്മാർ കോവലനെ പിടികൂടി. ആ ദൃശ്യം അവളെ പരിഭ്രാന്തയാക്കി. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നുപോയി. ബോധം വീണ്ടെടുത്ത അവൾ കൊട്ടാരം ലക്ഷ്യമാക്കി അലറിക്കരഞ്ഞുകൊണ്ടോടി. കോവലനുമേൽ കള്ളൻ എന്ന് മുദ്ര ചാർത്തപ്പെട്ടു. വിചാരണ ആരംഭിച്ചു. ശേഷം കോവലന്റെ ശിരസ് ഛേദിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. കണ്ണകി കൊട്ടാരത്തിന്റെ കവാടത്തിലെത്തി. അവളുടെ ഭാവം കാവൽക്കാരെ ഭയപ്പെടുത്തി. അവർക്ക് അവളെ തടയാൻ കഴിഞ്ഞില്ല. അവൾ രാജാവിന്റെ മുമ്പിൽ തന്റെ ഒറ്റച്ചിലമ്പുമായി എത്തി. ഞാൻ നീതിമാനാണ്. കള്ളനെ അല്ലാതെ മറ്റാരെയും ശിക്ഷിച്ചിട്ടില്ല. നിന്റെ ഭർത്താവ് കള്ളൻ തന്നെ. ശിക്ഷ പൂർത്തിയായിരിക്കുന്നു. അപ്പോഴേക്കും കോവലനെ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവിടെ അവളുടെ ഭാവിയും പ്രതീക്ഷയും അസ്തമിച്ചു. കണ്ണകിയുടെയും റാണിയുടെയും ചിലമ്പുകൾക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകാതിരുന്നതാണ് കോവലനെ ശിക്ഷിക്കാനുള്ള പ്രധാന കാരണമായി രാജാവ് ചൂണ്ടിക്കാണിച്ചത്. കോപതാപങ്ങളാൽ ജ്വലിച്ച കണ്ണകി തന്റെ ചിലമ്പ് എറിഞ്ഞുടച്ചു. അതിൽ നിന്നും വിലമതിക്കാനാവാത്ത രത്നങ്ങളാണ് പുറത്തു വന്നത്.
റാണിയുടെ ചിലമ്പിൽ മുത്തുകളാണ് ഉണ്ടായിരുന്നത്. നെടുഞ്ചെഴിയന്റെ ശിരസ് അപമാനത്താൽ കുനിഞ്ഞു. റാണിയുടെ മുഖത്ത് ഭയവും ഉത്കണ്ഠയും പ്രതിഫലിച്ചു. രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി. മുഖത്ത് ഭയം എന്ന വികാരം മാത്രം. ഭർത്താവിന്റെ നീതിക്കായി അവൾ തന്റെ ഇടതുമുല എന്റെ പറിച്ചെറിഞ്ഞ് പാതിവൃത്യം ധീരമായി കളങ്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ മധുര അഗ്നിക്കിരയാകട്ടെ. അവളുടെ പതിവ്രതാധർമ്മം ഒരു നഗരത്തെ ഭസ്മീകരിച്ചു. മധുരയിൽ അപരാധികളുടെ മാംസം വെന്തിരിയുന്ന മണം നിറഞ്ഞു നിന്നു. കോപതാപങ്ങളിൽ നിന്നുദിച്ച പ്രതികാരം അവളെ ഒടുവിൽ ഒരു ദേവതയായി ഉയർത്തി. പത്നിക്കടവുൾ എന്ന പേരിൽ തമിഴകത്തും അമ്മ കണ്ണകിയായി കേരളത്തിലും ആരാധിച്ചു വരുന്നു. മധുരമീനാക്ഷിയുടെ ഉപദേശപ്രകാരം കണ്ണകി തന്റെ ശാപം പിൻവലിക്കുകയും മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെത്തിയ കണ്ണകി ഭദ്രകാളിയിൽ ലയിച്ചു എന്നുമാണ് വിശ്വാസം. കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാലിൽ വിശ്രമിച്ചു എന്നും മുല്ലവീട്ടിൽ കാരണവർക്ക് ദർശനം നൽകിയെന്നും മറ്റൊരു കഥയുമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. മൃഗങ്ങൾ പോലും പറയാത്ത ഈ വാക്കുകൾ, നിങ്ങൾ എന്ത് കവിയാണ്?